നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഈ സർക്കാരിനെതിരെ സർക്കാരിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, അത് തന്നെയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമത്തിന്റെ വ്യവസ്ഥയിൽ വരാതെ നിയമം ലംഘിച്ച് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തുറന്നടിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുകയാണ്. സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ വീണ്ടും സർക്കാരും ഗവർണറും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുമ്പോഴാണ്, പോര് ശക്തമായി മുറുകുമ്പോഴാണ് ഗവർണറെ മറികടന്ന് സാങ്കേതിക സർവകലാശാലയിൽ സർക്കാർ പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. ഇതിന് മറുപടിയും അല്ലെങ്കിൽ ഇതിന് പ്രതികരണവുമായാണ് ഗവർണർ ഇന്ന് എത്തിയത്. ഡൽഹിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. രാഷ്ട്രപതിയെ കാണാനുള്ള നീക്കത്തിനിടയിലായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാരിന് ഇഷ്ടമുള്ളത് അവർ ചെയ്തുകൊട്ടെ, അവരല്ലെങ്കിലും നിയമവ്യവസ്ഥകളെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അന്തിമ തീരുമാനം കോടതിയുടേതാണ്. അന്തിമ തീരുമാനം കോടതി നിന്ന് വരട്ടെ. ആ കോടതിയിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. അതുവരെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കട്ടെ, അത് തന്നെയല്ലേ അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു ഗവർണർ സർക്കാരിനെതിരെ പറഞ്ഞ കാര്യം. രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ബില്ലിലെ വ്യവസ്ഥ പ്രകാരമാണ് കമ്മിറ്റിയുടെ രൂപീകരണം. ഏതാനും ദിവസം മുൻപാണ് KTU അടക്കം സംസ്ഥാനത്തെ 6 സർവകലാശാലകളിൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. സെനറ്റ് പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു കമ്മിറ്റിയുടെ രൂപീകരണം. ഈ നീക്കത്തിന് ഒരു തിരിച്ചടി എന്നോണമാണ് സാങ്കേതിക സർവകലാശാലയിൽ സർക്കാർ പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച സർവകലാശാല ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് പുതിയ കമ്മിറ്റി. കമ്മിറ്റിയിൽ 5 അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുൻ കുസാറ്റ് VC ഡോക്ടർ KN മധുസൂദനനെ യൂണിവേഴ്സിറ്റി പ്രതിനിധിയാക്കിയപ്പോൾ മദ്രാസ് IITയിൽ നിന്നുള്ള ഡോക്ടർ പ്രദീപിനെ ഹയർ എഡ്യൂക്കേഷൻ കൌൺസിൽ നോമിനിയാക്കി. ഗവർണറുടെ കമ്മിറ്റിയിലുള്ള ശിധി ഭൂഷൺ ദാസ് തന്നെയാണ് UGC പ്രതിനിധി ആയിട്ടുള്ളത്. കുസാറ്റ് VCയുടെ ചുമതല വഹിക്കുന്ന PG ശങ്കരൻ, മുൻ MG VC സാബു തോമസ് എന്നിവരെ സർക്കാർ നോമിനികളായിട്ടും പട്ടികയിൽ ഉൾപ്പെടുത്തി. ഒരു സർവകലാശാലയിൽ 2 സെർച്ച് കമ്മിറ്റികൾ ഉണ്ടാകുമ്പോൾ അത് വീണ്ടും ഒരു തർക്കത്തിലേക്ക് തന്നെ കാര്യങ്ങളെ നയിക്കും. ഗവർണറുടെ കമ്മിറ്റികൾക്കെതിരെ നിയമപരമായി നീങ്ങുന്ന സർക്കാർ മറ്റു സർവകലാശാലയുടെ കാര്യത്തിലും ഇതേ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. എന്തായാലും ഇഷ്ടമുള്ളത് സർക്കാർ ചെയ്തോട്ടെ, ബാക്കിയൊക്കെ കോടതിയിൽ കാണാമെന്നായിരുന്നു ഗവർണറുടെ മറുപടി.